അല്ലല്ല. ഹലോ ഫെലോസ്, വി ആർ മാക്രിസ് ഓൺ ദ റോഡ്. നമ്മൾ ഒരു ചെറിയ ക്രിസ്മസ് ഷോപ്പിങ്ങിനാണ് പോകുന്നത്. എവിടേക്കാണ് പോകുന്നത്? കൊമേഴ്സ്യൽ സ്ട്രീറ്റിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ മുന്നത്തെ ഒരു വീഡിയോയില് നമ്മള് ചിക്പേട്ട് മാർക്കറ്റ് കണ്ടില്ലേ, അതിന്റെ തന്നെ കുറച്ചുകൂടിയും എക്സ്പാൻഡഡ് വേർഷൻ. പക്ഷെ ക്ലോത്ത്സിന് മാത്രം ഫോക്കസ്ഡ് അല്ല ഈ മാർക്കറ്റ്. എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലമാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബാംഗ്ലൂർ മാർക്കറ്റ് ആണ് കൊമേഴ്സ്യൽ സ്ട്രീറ്റ്. അപ്പൊ നമ്മൾ അവിടെ പോയി അവിടെ എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യും, ഇന്ന് ക്രിസ്മസിന് പുതിയ ഐറ്റംസ് എന്തൊക്കെ വന്നിട്ടുണ്ട്, അപ്പൊ എല്ലാം ഒന്ന് നോക്കാം. അപ്പോൾ അവിടെ നിന്ന് കാണാം. അപ്പോൾ നമ്മൾ ഫുൾ സെറ്റാണ്. അപ്പോൾ നമ്മളിനി പോവാണ്. അപ്പം ഇനി അവിടെ നിർത്തി കാണാം. നല്ല നട്ടപ്പാറ വെയിലത്ത് നോക്കിയാണ് നമ്മൾ പുറപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ വിഷ്വലില് ഞങ്ങൾ വളരെയധികം മൂടിക്കെട്ടി പുറപ്പെട്ടത്. എനിക്ക് മെയിനായിട്ടും വെയിൽ കൊള്ളാൻ താല്പര്യമില്ലാത്ത ടാനിങ് അല്ല, എനിക്ക് മൈഗ്രെയിൻ ഉള്ളത് കൊണ്ട് തന്നെ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ തലവേദനിക്കും. അതെനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ആ ഹോൾ മൂഡ് തന്നെ സ്പോയിൽഡ് ആവും. നമ്മൾ ആദ്യം പോയ സ്റ്റോറ് നമ്മൾ ഇൻസ്റ്റയിൽ ഒരു റീല് കണ്ട് പോയതാണ്. ഇതിൽ നവംബർ ഡിസംബറിൽ മാത്രം ഫങ്ഷനിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറാണ്. ആക്ച്വലി കൊമേഴ്സ്യൽ സ്ട്രീറ്റിന്റെ ഉള്ളിലല്ല, ഇവർ പുറമേ ആയിട്ടാണ് ലൊക്കേറ്റഡ് ആയിരിക്കുന്നത്. പക്ഷെ ഒരുപാട് വെറൈറ്റി ഓഫ് ക്രിസ്മസ് പ്രൊഡക്ട്സ്, യുണീക്ക് ആയിട്ടുള്ള സാധനങ്ങൾ, അതിപ്പോ ക്രിസ്മസ് ട്രീ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡെക്കറേഷൻസ് ആയിക്കോട്ടെ, ഹാങ് ചെയ്യുന്ന സാധനങ്ങളായിക്കോട്ടെ, ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇത്തവണത്തെ ക്രിസ്മസിന്. പക്ഷെ ഞാൻ എല്ലാ തവണത്തെയും പോലെയല്ല, ഒരു ക്ലിയർ ഐഡിയ ആയിട്ട് എനിക്ക് എന്തൊക്കെ സ്പെസിഫിക് ഐറ്റംസ് വേണമെന്ന് തീരുമാനിച്ചിട്ടാണ് ഞാൻ ഷോപ്പിങ്ങിന് ഇറങ്ങി പുറപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ കടയിൽ ചെന്ന് ഞാൻ ഫാസിനേറ്റഡ് ആയെങ്കിൽ പോലും എല്ലാം പെറുക്കി എടുത്തില്ല. പക്ഷെ ഇപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ നമുക്കൊരു ഐഡിയ ഇല്ലാതെ പോവുകയാണെങ്കിൽ തന്നെയും അവിടെ ഒരുപാട് ഡിസ്പ്ലേ ഉള്ളത് കൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ എളുപ്പമാണ്. അതിപ്പോ ക്രിസ്മസ് റീത്ത് ആയിക്കോട്ടെ, ഈവൻ ടേബിൾ ഡെക്കർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജസ്റ്റ് വാൾ ഹാങ്ങിങ്സ് ആയിക്കോട്ടെ, എല്ലാം അവൈലബിൾ ആയിട്ടുള്ളൊരു അടിപൊളി സ്റ്റോറാണ്. അതിന്റെ തൊട്ട് അടുത്ത് തന്നെയുള്ള വേറൊരു സ്റ്റോറാണിത്. ഇവിടുത്തെ ക്രിസ്മസ് ഫാദർ ആണ് നമ്മുടെ സെൻസറിൽ നമ്മൾ ആദ്യം കണ്ടില്ലേ, ഒരാൾ ഇന്ന് ഡാൻസ് കളിക്കുന്നത്, അത് ഈ സ്റ്റോറത്തെ ക്രിസ്മസ് ഫാദർ ആയിരുന്നു. ഇവിടെ കുറേം കൂടെ വെറൈറ്റി സാധനങ്ങൾ ഇത്തവണ വന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. ഒരുപാട് കളക്ഷൻസ് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തവണ അവര് കൊണ്ടുവന്നിട്ടുണ്ട്. അത് മെയിൻ ആയിട്ടും എനിക്ക് തോന്നിയത് അവരുടെ സെറാമിക് കളക്ഷൻ ആയിരുന്നു. അവര് കഴിഞ്ഞ തവണയൊക്കെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇത്തവണ അവർ ഒരുപാട് പ്ലേറ്റ്സ്, മഗ്, പോട്ട്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ആയപ്പോഴും ഞാനൊന്ന് കൺഫ്യൂസ്ഡ് ആയി. ഞാൻ എന്റെ തീരുമാനിച്ച ലിസ്റ്റിൽ നിന്ന് ഒന്ന് മാറ്റി പിടിക്കണമെന്ന്, കാരണം അത്രയും വൈഡ് കളക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കത് കൊണ്ടുവന്നിട്ട് നമ്മുടെ സ്പേസിനനുസരിച്ച് വേണമല്ലോ നമ്മൾ ഡെക്കർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, കുറച്ച് സ്ഥലമേ ഉള്ളൂ എങ്കിലും അതിന്റെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. ഇതാണ് ഞാൻ പറഞ്ഞ സെറാമിക് കളക്ഷൻ. അവർക്ക് പ്ലേറ്റ്സ്, മഗ്സ്, ഈവൻ നമ്മുടെ ഹാൻഡ് വാഷിന്റെ അവിടെ വെക്കുന്ന സോപ്പ് ഫില്ല് ചെയ്യാനുള്ളത്, അങ്ങനെ ഒരുപാട് നൈസ് ആയിട്ടുള്ള ക്രിസ്മസ് പീസുകൾ ഇത്തവണ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണയും ഈ സ്റ്റോറും ഈ പറഞ്ഞ പോലെ നവംബർ ഡിസംബർ സമയത്ത് മാത്രം ഓപ്പൺ ചെയ്യുന്നതാണ്. അല്ലാത്ത സമയത്ത് അവിടെ ഇവരുടെ തന്നെ മറ്റെന്തെങ്കിലും ഇൻഡോർ ഐറ്റംസ് ആണോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. പക്ഷെ നവംബർ ഡിസംബറിൽ ഇവര് ഈ ക്രിസ്മസിന് വേണ്ടി മാത്രം ഓപ്പൺ ചെയ്യുന്ന യൂണിറ്റ് ആണ് ഈ ഇപ്പൊ കണ്ട രണ്ട് സ്ഥലവും. ഇതും കഴിഞ്ഞിട്ട് നമ്മൾ കൊമേഴ്സ്യൽ സ്ട്രീറ്റ്, നമ്മള് രണ്ട് കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് സെറ്റായി. നമ്മുടെ ക്രിസ്മസ് ഷോപ്പിംഗ് ഒഫീഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത കടയ്ക്കുള്ള യാത്രയിലാണ്. നമ്മുടെ കൊമേഴ്സ്യൽ സ്ട്രീറ്റിനെ പറ്റി പറയുവാണെങ്കിൽ പേര് പോലെ തന്നെ കൊമേഴ്സ് നടക്കുന്ന ഒരു സ്ട്രീറ്റ് ആണ്. ഒരുപാട് ഏരിയയിലായിട്ട് കടകൾ തിങ്ങിപ്പാർക്കുന്നൊരിടം എന്നൊക്കെ പറയാം. ഇവിടെ ശരിക്കും നല്ല ഭംഗിയുള്ള ലൈറ്റ് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റഷ് ആയിരിക്കും. ഈവൻ ടൂ വീലർമ വന്നാൽ പോലും നമ്മൾ എന്തിനു വന്നു എന്നുള്ള തീരുമാനത്തെ നമ്മൾ ചോദ്യം ചെയ്യുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് നമ്മൾ രാത്രി യാത്ര ഒഴിവാക്കിയത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൻ സ്ട്രീറ്റ് ഉണ്ട്, അവിടെ ഉള്ളതെല്ലാം നമ്മുടെ ബ്രാൻഡഡ് സ്റ്റോറുകളാണ്. പക്ഷെ അവിടെ നിന്നെല്ലാം ഉള്ളിലേക്ക് കൈവഴികളാണ്. ഓരോ റോഡിലും, ഒരു റോഡിൽ ക്ലോത്ത്സ് ആണെങ്കിൽ മറ്റൊന്നില് ലൈറ്റ്സ് ആണ്, മറ്റൊന്നില് ഷൂസ് ആണ്, അങ്ങനെ വെറൈറ്റി ആയിട്ട് അവർ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഏത് റോഡാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് നോക്കി പോവാം. അല്ല നിങ്ങൾക്ക് മുന്നേ തന്നെ റെഫറൻസ് ഉണ്ട്, ഏത് കടയിലേക്കാണ് പോകേണ്ടത്, അല്ലെങ്കിൽ ഇന്ന കടയിൽ വില കുറവാണ്, ലാഭമാണ്, അങ്ങനെ അറിയുമെങ്കിൽ അങ്ങനെയും നമുക്ക് പോയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. പക്ഷെ ആദ്യം വ്യക്തമായ ഒരു ധാരണ വേണം. ഇനി വ്യക്തമായ ധാരണയില്ല, കൊമേഴ്സ്യൽ സ്ട്രീറ്റ് എൻജോയ് ചെയ്യാൻ പോവുകയാണെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങുക, ഒരു കുട കൈപിടിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്ത പോലെ ഒരു ജാക്കറ്റ് കൈപിടിക്കുക, പോവുക, സ്ഥലം എൻജോയ് ചെയ്യുക. അതിന് പറ്റിയൊരിടാണ്.
ഇതാണ് കുഞ്ഞൻ ട്രൈ ചെയ്യുന്നു. എക്സ്പ്രഷൻ കണ്ടാൽ അറിയാം. അടിപൊളി അടിപൊളി. അപ്പൊ ഞങ്ങളുടെ ക്രിസ്മസ് ഷോപ്പിംഗ് കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങാണ്. ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പോരുമ്പോ എപ്പോഴേലും നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വേണമല്ലോ അവസാനിപ്പിക്കാൻ. അതുകൊണ്ടാണ് ആ സ്പൈറൽ പൊട്ടറ്റോ കഴിച്ചത്. അപ്പം ലൈക്ക് ടു ഷോ ലവ്, ഷെയർ ടു സ്കെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ബി സർപ്രൈസ്ഡ്. അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വേഗം തന്നെ വരും. ബൈ.